തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എപ്പോഴും വിജയിക്കുന്നവൻ്റെതാണ്. വിജയിക്കുന്നവൻ്റെ ആഘോഷങ്ങളെന്നും ഒരു തുടർക്കഥയുമാണ്. ഇവിടെ സുശാസൻ ബാബുവിനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ പറയാതിരിക്കാൻ കഴിയില്ല. ആരാണ് ഈ സുശാസൻ ബാബു എന്നുള്ളത് നമുക്ക് തനിയെ അല്ലെങ്കിൽ വഴിയെ അറിയാം. ഇവിടെ ബീഹാറിലെ ആഘോഷങ്ങൾ ഇങ്ങനെ പൊടിപൊടിക്കുകയാണ്. കാരണം സംഘപരിവാർ വൃത്തങ്ങൾ ബീഹാറിലെ ആഘോഷങ്ങൾ തുടരുമ്പോൾ അല്ലെങ്കിൽ അത് തുടർന്ന് കാണുമ്പോൾ നമ്മുടെ ബീഹാറിലെ ഈ സുശാസൻ ബാബുവിന്റെ ഇതുവരെയുള്ള ചരിത്രം ഒന്ന് ആലോചിച്ചു പോവുകയാണ് എന്നുള്ളതാണ്. ഇത്തവണ നമുക്കറിയാം സാമാന്യം കനത്ത ഭൂരിപക്ഷത്തിൽ തന്നെയാണ് NDA മുന്നണി വിജയിച്ചിട്ടുള്ളത്. എന്നാൽ അവിടെ ബീഹാറിലെ കഴിഞ്ഞ 3 അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജയിച്ച ശേഷം നിതീഷ് 3 വർഷം തികയും മുമ്പേ മറുകണ്ഠം ചാടിയിട്ടുണ്ട് എന്നുള്ള ചരിത്രം ആരും മറക്കരുത്. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. സുശാസൻ ബാബു, നിതീഷ് കുമാറിനെ കുറിച്ചാണ് ഈ കഥ. എന്തായാലും ഇന്ത്യ സഖ്യവും കോൺഗ്രസും RJDയും എല്ലാം തോൽവി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. വോട്ടർ ലിസ്റ്റ് അട്ടിമറിച്ചും വോട്ടർമാർക്ക് കൈക്കൂലി കൊടുത്തും നേടിയ അധാർമിക വിജയമെന്നാണ് ഇതുവരെയുള്ള അവരുടെ വിലയിരുത്തൽ. എന്തായാലും ജയം തന്നെയാണ്, തോൽവി. എങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു പക്ഷേ തേജസ്വി വീണ്ടും ഉപമുഖ്യമന്ത്രി ആകുവാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതും തെരഞ്ഞെടുപ്പ് വിജയവും പരാജയവുമല്ല. ബീഹാറിൽ ജനവിധിയിൽ ജയിച്ച ശേഷം എല്ലായ്പ്പോഴും സംഭവിക്കാറുള്ള ചാഞ്ചാട്ടത്തെക്കുറിച്ചാണ്. അതിലെ പരാജിതർ എപ്പോഴും അത്തരത്തിൽ മറിയാറുണ്ടെങ്കിൽ കൂടിയും വിജയി എന്ന് പറയപ്പെടുന്ന എല്ലായ്പ്പോഴും ഒരാളാണ് സുശാസൻ ബാബു, നിതീഷ് കുമാർ. തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് സംഭവിച്ചത് എങ്കിലും RJD അത്ര വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതിലും വലിയ തോൽവിയാണ് RJDക്ക് 2010 സംഭവിച്ചത്. 2015 അവർ തിരിച്ചു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഇതൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ 3 തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന രാഷ്ട്രീയ നാടകങ്ങളെ കുറിച്ചാണ്. 2010 BJPയുമായിട്ട് സഖ്യം ചേർന്ന വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന നിതീഷ് പക്ഷെ 2013 നരേന്ദ്രമോദി BJP നേതാവായി വന്നതോടെ മതേതരത്വത്തിൽ നിന്നും BJP അകലുന്നു എന്ന് ആരോപിച്ച് NDAയിൽ നിന്നും പിന്മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ആകെ 115 സീറ്റ് ഉണ്ടായിരുന്നതിനാലും RJD എതിർക്കാതിരുന്നതിനാലും BJP മന്ത്രിസഭയിൽ നിന്ന് മാറ്റി ഒറ്റയ്ക്ക് മന്ത്രിസഭ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകുവാൻ നിതീഷിനായി എന്നുള്ളതാണ്. ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി ഉൾപ്പെടെ എല്ലാ BJP മന്ത്രിമാരും 2013 ജൂണിൽ രാജിവെച്ച് പ്രതിപക്ഷത്തേക്ക് പോവുകയും ചെയ്തു. അതിനിടെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായിട്ടുള്ള പരാജയം ഉണ്ടായപ്പോൾ ഇടക്കാലത്ത് ജതിൻ റാം മാഞ്ചിയെ കസേരയിലെത്തി എങ്കിലും കടിഞ്ഞാൻ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് നിതീഷ് കുമാർ മുന്നോട്ട് പോയി. പിന്നാലെ 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDയുമായും കോൺഗ്രസുമായിട്ടുമൊക്കെ സഖ്യമുണ്ടാക്കി വൻ ഭൂരിപക്ഷം നേടി വീണ്ടും അധികാരത്തിലേക്ക് നിതീഷ് കുമാർ എത്തുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ NDAയിലെ പോലെ മഹാഗഠബന്ധനിൽ RJDയും JDUവും 101 വീതം സീറ്റിലാണ് മത്സരിച്ചത്. 178 സീറ്റാണ് അന്ന് മുന്നണിക്ക് ലഭിച്ചത്. BJP 53ലേക്ക് അന്ന് ഒതുങ്ങിപ്പോവുകയും ചെയ്തു. കൂടുതൽ സീറ്റുകളും ലഭിച്ചത് RJDക്കാണ്. കൂടുതൽ സീറ്റുകൾ RJDക്കാണ് ലഭിച്ചതെങ്കിൽ കൂടിയും നിതീഷിനെ തന്നെ സഖ്യം മുഖ്യമന്ത്രിയാക്കി. RJDയുടെ തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായി. എന്നാൽ കൃത്യം 2 കൊല്ലം തികയും മുമ്പേ നിതീഷ് വീണ്ടും മറുകണ്ഠം ചാടി. എന്നാൽ തേജസ്വിക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണം വന്നെന്ന് പറഞ്ഞ് മോദിയുടെ മതേതരത്വമാണ് മെച്ചമെന്ന് പറഞ്ഞ ആശാൻ BJPയുടെ കൂടെ കൂടി വീണ്ടും മുഖ്യമന്ത്രിയായി. BJPയും മന്ത്രിസഭയിൽ പങ്കാളിയായി മാറി. പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് 2020 ഇത്തവണ BJPയുടെ കൂടെ മത്സരിക്കാൻ തന്നെയാണ് നിതീഷ് കുമാർ ഇറങ്ങിയത്. സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും BJPയേക്കാൾ വളരെ കുറച്ച് സീറ്റാണ് JDUവിന് ലഭിച്ചത് എന്നുള്ള പ്രത്യേകത ഉണ്ട്. BJP ഏകദേശം 74 സീറ്റ് നേടിയപ്പോൾ നിതീഷ് കുമാറിന്റെ JDUവിന് 43 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോകേണ്ടി വന്നു. എന്നാൽ BJP ഇത്തവണയും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് തന്നെ നൽകി. ബാബു വീണ്ടും മുഖ്യമന്ത്രിയായി. എന്നാൽ ഇത്തവണയും 2 വർഷം തികയും മുമ്പേ തന്നെ പുള്ളി തനി സ്വഭാവം കാണിച്ചു. 2022 ഓഗസ്റ്റിൽ ആ NDA വിട്ട് BJP മന്ത്രിമാർ ഉൾപ്പെട്ട മന്ത്രിസഭ രാജിവെക്കുന്നു. അന്ന് തന്നെ മഹാഗഠബന്ധനിൽ ചേരുകയും അവരുടെ മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്യുന്നു. അടുത്ത ദിവസം തെരഞ്ഞെടുപ്പിൽ തോറ്റ RJD മന്ത്രിസഭയിലെത്തുന്നു. തേജസ്വി വീണ്ടും ഉപമുഖ്യമന്ത്രിയാകുന്നു. പക്ഷേ ഇത്തവണത്തെ ചാട്ടത്തിന് നിതീഷ് പറഞ്ഞ കാരണം BJP JDUവിനെ പുലർത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ നിതീഷിന്റെ ചാട്ടം അവിടം കൊണ്ടും തീർന്നില്ല. 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും നിതീഷ് NDAയിലേക്ക് തന്നെ തിരികെ പോയി. തേജസ്വിയും മറ്റ് RJD മന്ത്രിമാരും അതോടുകൂടി രാജിവെച്ചു. പകരം BJP മന്ത്രിസഭയിൽ വന്നു ഇവരെല്ലാവരും. തമാശ എന്താണെന്ന് വെച്ചാൽ RJDക്ക് 75ഉം BJPക്ക് 74 സീറ്റുകൾ ഉള്ളപ്പോഴാണ് 43 സീറ്റ് മാത്രമുള്ള നിതീഷ് ഇരു പാർട്ടികളെയും കുരങ്ങു കളിപ്പിച്ച് 5 കൊല്ലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് എന്നുള്ളതാണ്.
2024 മുമ്പുള്ള ചാട്ടങ്ങൾക്കെല്ലാം എന്തെങ്കിലും കാരണങ്ങൾ പുള്ളി പറയാറുണ്ടായിരുന്നുവെങ്കിലും ഇത്തവണത്തെ ചാട്ടത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 15 കൊല്ലത്തെ കഥയാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വെച്ചത് നമ്മുടെ ഈ നിതീഷ് കുമാറിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയമൊന്നും നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ബീഹാറിൽ ഏത് തിരഞ്ഞെടുപ്പിലും ഒരു വിജയം മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നുള്ളതാണ്. അത് മറ്റാരുമല്ല, അത് നിതീഷാണ്. രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്ന അസാധ്യമായവയെ സാധ്യമാക്കുന്ന കലയാണ് എന്ന് ആരോ പറയുന്നത് പലവട്ടം കേട്ടിട്ടുണ്ട്. അത് നിതീഷിന്റെ കാര്യത്തിൽ 200% കറകറക്റ്റാണ്. കേരളത്തിൽ ഒരു പക്ഷേ KM മാണിക്ക് ഇത്തരം ഒരു സാധ്യത പലരും കൽപ്പിച്ചിരുന്നു. എന്നാൽ ഇവിടുത്തെ മുന്നണി സമവാക്യങ്ങളിൽ പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടി വളരെ ദുർബലമാവുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ നില വച്ച് ഇത്തവണ എന്തു സംഭവിക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. കഴിഞ്ഞ 10 വർഷവും ബീഹാറിലെ എല്ലാ പാർട്ടികൾക്കും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മന്ത്രിസഭയിൽ ചേരാൻ നിതീഷിന്റെ ചാട്ടങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. മുഖ്യമന്ത്രി കസേര എന്ന ലഹരി അത് തലയ്ക്ക് പിടിച്ച നേതാവാണ് ഈ നിതീഷ്. ബീഹാറിൽ ആരൊക്കെ വന്നാലും പോയാലും മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് പാഠപുസ്തകത്തിൽ പോലും ഒരൊറ്റ ഉത്തരമേ ഉണ്ടാകൂ: സുശാസൻ ബാബു, നിതീഷ് കുമാർ.